ഓൺ ദ സബ്ലൈം എഴുതിയിരിക്കുന്നത് ലോഞ്ചൈനസ്. കാഷ്യസ് ലോഞ്ചൈനസ് എന്നാണ് ആളുടെ ഫുൾ നെയിം. ആളൊരു ഫസ്റ്റ് സെഞ്ച്വറി ADയിലെ റെട്ടറീഷ്യനും ഫിലോസഫിക്കൽ ക്രിട്ടിക്കും ആയിരുന്നു. ഒരു പ്ലാറ്റോണിസ്റ്റ് ആയിരുന്നു. പിന്നെ ആളുടെ ഈ വർക്ക് ഓൺ ദ സബ്ലൈം എന്ന് പറയുന്നത് ലിറ്ററേച്ചറിൻ്റെ 20th സെഞ്ച്വറിയിലെ ക്രിട്ടിക്സിനെ മുഴുവൻ അത്രയും ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്ത ലോഞ്ചൈനിയൻ ക്രിറ്റിസിസത്തിൻ്റെ ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ ഓൺ ദ സബ്ലൈം എന്ന് പറയുന്നത്. ലോഞ്ചൈനിയൻ ക്രിറ്റിസിസത്തിൻ്റെ എക്സാമ്പിളാണ് ഈ ഓൺ ദ സബ്ലൈം. പിന്നെ ഗുഡ് റൈറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസിക് വർക്കായിട്ട് ഇതിനെ പറയാം. പിന്നെന്താ, പ്രീവിയസ് മില്ലേനിയത്തിൽ നിന്ന് കുറേ എക്സാമ്പിൾസ് എടുത്തിട്ടാണ്, അല്ലെങ്കിൽ പ്രീവിയസ് മില്ലേനിയത്തിൽ ഗുഡ് ആൻഡ് ബാഡ് റൈറ്റിങ്ങിൻ്റെ എക്സാമ്പിൾസ് വെച്ചിട്ടാണ് ഇതിനകത്ത് ഇയാൾ പറയുന്നത്. പിന്നെ ഇത് ഒരു എസ്തെറ്റിക്സിൻ്റെ ഒരു ട്രീറ്റൈസ് ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഒരു ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ വർക്കാണെന്ന് പറയാം. പിന്നെ സ്കോട്ട് ജെയിംസ്, സെയിൻസ്ബറി അങ്ങനെയുള്ള സ്കോളേഴ്സൊക്കെ ഈ ലോഞ്ചൈനസിനെ ഫസ്റ്റ് റൊമാൻറ്റിക് ക്രിട്ടിക് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇനി വർക്ക് സബ്ലൈം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു എലവേഷൻ അല്ലെങ്കിൽ ഒരു ലോഫ്റ്റിനെസ്. നമ്മൾ ഏറ്റവും നല്ലത് എന്നൊക്കെ പറയുന്ന ഒരു മീനിങ്ങാണ് വരുന്നത്. ഒരു കാര്യം കമ്പോസ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും എക്സലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്ര എക്സലൻസിനെ പറയണതാണ് സബ്ലൈം എന്ന് പറയുന്നത്. സബ്ലൈം ആയിട്ടുള്ളൊരു വർക്ക് എന്ന് പറയുമ്പോൾ അത് അത്രയും ബ്യൂട്ടിഫുള്ളായിരിക്കും. അപ്പോൾ ലോഞ്ചൈനസ് പറയണത് ലിറ്ററേച്ചറിൽ സബ്ലിമിറ്റി വരാനായിട്ട് നേച്ചറും ആർട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നേച്ചറിൽ നിന്നാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആർട്ട് പെർഫെക്റ്റ് ആയിരിക്കും. അതുപോലെ നേച്ചർ അതിൻ്റെ ആയ ഒരു ഉന്നതി അല്ലെങ്കിൽ ബ്യൂട്ടിയിലെത്തണത് അതിനകത്ത് ആർട്ട് വരുമ്പോഴാണ്. അത് ആളുടെ ഒരു കോട്ടായിട്ട് തന്നെ പറയണത്, ബോത്ത് നേച്ചർ ആൻഡ് ആർട്ട് കോൺട്രിബ്യൂട്ട് ടു സബ്ലിമിറ്റി ഇൻ ലിറ്ററേച്ചർ. ആർട്ട് ഈസ് പെർഫെക്റ്റ് വെൻ ഇറ്റ് സീംസ് ടു ബി നേച്ചർ ആൻഡ് നേച്ചർ ഹിറ്റ്സ് ദ മാർക്ക് വെൻ ഷീ കണ്ടെയ്ൻസ് ആർട്ട് ഹിഡൻ വിത്തിൻ ഹെർ. അങ്ങനെയാണ് ആൾ പറഞ്ഞത്. പിന്നെ പറയുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ ഓർഡിനറിയിൽ നിന്നൊന്ന് എലവേറ്റ് ചെയ്ത് നിൽക്കുന്ന വർക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിനെ റെഫർ ചെയ്യാനാണ് ഈ കൺസെപ്റ്റ് ഓഫ് സബ്ലൈം യൂസ് ചെയ്യണത്. പിന്നെ ലോഞ്ചൈനസ് പറയുന്നത് സബ്ലിമിറ്റിയുടെ 5 പ്രിൻസിപ്പൽ സോഴ്സസ് ഉണ്ട്. എവിടെ നിന്നൊക്കെയാണ് സബ്ലിമിറ്റി കിട്ടണമെന്നുള്ളത്. അതിൽ 5 എണ്ണം ഉണ്ട്. ഒന്നാണ് ഗ്രാൻഡിയർ ഓഫ് തോട്ട്സ്, 2 കപ്പാസിറ്റി ഫോർ സ്ട്രോങ് ഇമോഷൻസ്, 3 അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് സിംബൽസ് ആൻഡ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, 4 നോബിലിറ്റി ഓഫ് ഡിക്ഷൻ, 5 ഡിഗ്നിറ്റി ഓഫ് കോമ്പോസിഷൻ. ഇതിൽ ആദ്യത്തെ 2 എണ്ണം ഗിഫ്റ്റ്സ് ഓഫ് നേച്ചറാണ്, ബാക്കി 3 എണ്ണം ഗിഫ്റ്റ്സ് ഓഫ് ആർട്ടാണ്. ഇനി ഇതിനകത്ത് ആദ്യം പറയണത് ഗ്രാൻഡർ ഓഫ് തോട്ട്സ്. ഗ്രാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു ഇംപ്രസീവ്നെസ്, അതിൻ്റെ ഒരു മഹത്വം എന്നൊക്കെ പറയണ പോലത്തെ ഒരു സംഭവം. അപ്പോൾ ഗ്രാൻഡർ ഓഫ് തോട്ട്സാണ് ആദ്യത്തെ സോഴ്സ്. ലോഞ്ചൈനസ് പറയുന്നത് ഒരാളുടെ തോട്ട്സ് സബ്ലൈം അല്ലെങ്കിൽ അയാൾക്ക് സബ്ലൈം വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് നമ്മളുടെ സോള്, നമ്മളുടെ തോട്ട്സൊക്കെ അത്രയും അതിനത്രയും ഗ്രാൻഡിയർ അല്ലെങ്കിൽ അതത്രയും എക്സലൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അത്രയും ഒരു സബ്ലൈം ആയിട്ടുള്ള വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സബ്ലിമിറ്റി എന്ന് പറയുന്നത് ഒരു എക്കോ ഓഫ് ഗ്രേറ്റ്നെസ് ഓഫ് സോൾ എന്നാണ് ലോഞ്ചൈനസ് പറയുന്നത്. പിന്നെ പറയുന്നത് ഗ്രേറ്റ് തോട്ട്സ് സ്പ്രിങ് ഫ്രം ഗ്രേറ്റ് സോൾസ്. അപ്പോൾ ഈ ചെറിയ നാരോ മൈൻഡഡ്നെസ് അല്ലെങ്കിൽ നാരോ ഐഡിയാസ്, മീൻ ആയിട്ടുള്ള ഐഡിയാസ് ഉള്ളവർക്ക് സബ്ലിമിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങനെ മീൻ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ നാരോ മൈൻഡഡ് ആയിട്ടുള്ള ഒരാൾ ഒരു സബ്ലൈം വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ആളുടെ വർക്കായിരിക്കില്ല. അത് ആൾ ഇതുപോലെ സബ്ലൈം തോട്ട്സ് ഉള്ള ഒരാളുടെ നിന്ന് സ്റ്റോളൻ ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യണതായിരിക്കും എന്നാണ് പറയണം. പിന്നത്തെ സോഴ്സാണ് കപ്പാസിറ്റി ഫോർ സ്ട്രോങ് ഇമോഷൻ. സെക്കൻഡ് സോഴ്സ് ഓഫ് സബ്ലൈം ആണത് വെഹമെൻ്റ് ആൻഡ് ഇൻസ്പയർഡ് പാഷൻ. പറയണത് അത്രയും സ്ട്രോങ് ഇമോഷൻ അല്ലെങ്കിൽ സ്ട്രോങ് ഉള്ളിൽ നിന്ന് വരാത്ത ഒരാൾക്ക് സബ്ലൈം വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ആൾ പറയുന്ന സെൻറ്റൻസ് ഇതാണ്, അതായത് ട്രൂ ഇമോഷൻ കറക്റ്റ് സ്ഥലത്ത് കൊടുക്കുന്നതിനെക്കാട്ടിയും ബ്യൂട്ടിഫുള്ളായിട്ട് വേറെ ഒന്നുമില്ല. കാരണം അങ്ങനെ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡ്സും നല്ലതാവും. ആ വേർഡ്സിന് തന്നെ ഒരു പ്രത്യേക ഒരു എന്തൂസിയാസം വരും. നമ്മൾ കറക്റ്റ് ട്രൂ ഇമോഷൻ അല്ലെങ്കിൽ ഇൻസ്പയർഡ് പാഷൻ അതിനകത്ത് വരുമ്പോൾ.
വെറുതെ ഒരു വികാരം ഇല്ലാണ്ട് എന്തെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് വായിക്കുന്നവർക്കും അതിൻ്റെ ആ ഒരു ഇത് കിട്ടില്ല. അപ്പോൾ ട്രൂ ഇമോഷൻ അല്ലെങ്കിൽ സ്ട്രോങ് ഇമോഷൻ, പാഷനൊക്കെ വേണമെന്നാണ് പറയുന്നത് രണ്ടാമത്തെ സോഴ്സ്. അപ്പോൾ ഇയാൾ അരിസ്റ്റോട്ടലിനേക്കാളും കുറച്ചും കൂടെ ആർട്ടിസ്റ്റിക് ആയിട്ട് ഇമോഷനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത്തതാണ് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് സിമ്പിൾസ് ആൻഡ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും സിമ്പിൾസൊക്കെ വെറുതെ മെക്കാനിക്കലായിട്ട് യൂസ് ചെയ്ത് പോകാണ്ട് അത് ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ നാച്ചുറലായിട്ട് വരണം ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും കാര്യങ്ങളൊക്കെ. വെറുതെ ഇവിടെ കുറച്ച് കൊടുക്കുക അവിടെ കുറച്ച് കൊടുക്കുക എന്നുള്ള രൂപത്തിൽ കൊടുക്കാണ്ട് ആ ഒരു സ്റ്റൈലിന് ബ്യൂട്ടി കൊടുക്കുന്ന രീതിയിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും സിമ്പിൾസും ഇംപ്ലൈ ചെയ്താൽ സബ്ലിം വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു സോഴ്സ്, മൂന്നാമത്തെ സോഴ്സ്. പിന്നെ ഇതിനെപ്പറ്റി തന്നെ പറയണം. അതായത് ഒരു ഫിഗർ ഓഫ് സ്പീച്ചിന് ബ്യൂട്ടി വരണമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് സ്ഥലത്ത്, കറക്റ്റ് മാനറിൽ, കറക്റ്റ് ഒക്കേഷനിൽ, കറക്റ്റ് മോട്ടീവോട് കൂടിയിട്ട് എംപ്ലോയ് ചെയ്യണം. എന്നാലേ ഫിഗർ ഓഫ് സ്പീച്ച് നന്നാവുള്ളൂ. പിന്നെ അതിൽ പറയുന്നത് ഈ അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് സിമ്പിൾസ് ആൻഡ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആ സോഴ്സിൽ സബ്ലിമിറ്റി തരുന്ന ചീഫ് ഫിഗേഴ്സിനെ പറ്റി ആൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് അസിൻഡറ്റോൺ, ASYNDETON. അതെന്ന് പറഞ്ഞാൽ ഈ വേർഡ്സിൻ്റെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സെൻറ്റൻസിനുള്ളിൽ നിന്ന് നമ്മൾ കൺജക്ഷൻ എടുത്ത് കളയാണ്. അതായത് കൺജക്ഷൻ എന്ന് വെച്ചാൽ ലിങ്കിങ് വേർഡ്സ്, അതായത് ഇപ്പോൾ ആൻഡ്, ബട്ട്, യെറ്റ് അങ്ങനത്തെ ഒക്കെ വേർഡ്സ് വെച്ച് നമ്മൾ ഒരു സെൻറ്റൻസിന് ലിങ്ക് ചെയ്യും. അപ്പോൾ ആ ഒരു ലിങ്ക് എടുത്ത് കളയണം. അല്ലെങ്കിൽ അതിൻ്റെ ആബ്സെൻസ് ആണ് അസിൻഡറ്റോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചാൽ ഐ കെയിം, ഐ സോ, ഐ കോൺകേർഡ് എന്നുള്ളൊരു സെൻറ്റൻസിൽ അതിനകത്ത് ശരിക്കും ഐ കെയിം ആൻഡ് ഐ സോ ആൻഡ് ഐ കോൺകേർഡ് അങ്ങനെ ആൻഡ് വരണമല്ലോ. അതല്ലാണ്ട് ആൻഡ് ഒമിറ്റ് ചെയ്ത് പറയുമ്പോൾ അതിനൊരു ബ്യൂട്ടി വരും എന്നാണ് പറയുന്നത്. അതാണ് അസിൻഡറ്റോൺ. പിന്നെ അടുത്ത ഫിഗർ ഓഫ് സ്പീച്ചാണ് ഹൈപ്പർ ബാറ്റൺ, HYPERBATON. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോർമലി എഴുതുന്ന വേർഡ്സിൻ്റെ ഓർഡർ ഇൻവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്ത് എഴുതുക. അതായത് ഇപ്പോൾ ഐ മസ്റ്റ് സീ ദിസ് എന്നുള്ളത് ദിസ് ഐ മസ്റ്റ് സീ, അങ്ങനെ ഓർഡർ മാറ്റും. അപ്പോൾ ഒരു എംഫസൈസ് ചെയ്യണ പോലെ ആ ദിസ് എന്നുള്ള കാര്യത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയണ പോലെ അങ്ങനെ പറയണതാണ് ഹൈപ്പർ ബാറ്റൺ. അപ്പോൾ ഒരു ബ്യൂട്ടി അതിനും വരും. പിന്നത്താണ് പെരിഫ്രേസിസ്, PERIPHRASIS. അതെന്ന് പറഞ്ഞാൽ ഷോർട്ട് സെൻറ്റൻസ് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഒരു ലോങ് ഫ്രേസ് ഉപയോഗിക്കുക. അതാണ് പെരിഫ്രേസിസ്. പിന്നെ ലോഞ്ചനസ് പറയണമെന്ന് വെച്ചാൽ എല്ലായിടത്തും ഈ ഫിഗർ ഓഫ് സ്പീച്ചും ഇതും കൊണ്ടുപോയി വെക്കുന്ന പറയണത് ആ ഒരു അഗ്ലിനെസ്സാണ്. അത് ആ ഇമോഷൻ അവിടെ ആ ഫിഗർ ഓഫ് സ്പീച്ച് ഡിമാൻഡ് ചെയ്യണില്ലെങ്കിൽ സബ്ലിമിറ്റ് കുറയാണ് ചെയ്യുക, കൂടല്ല. അത് നോക്കിയിട്ട് വേണം അത് എംപ്ലോയ് ചെയ്യാനായിട്ട്. പിന്നെ അടുത്ത സോഴ്സാണ് നോബിലിറ്റി ഓഫ് ഡിക്ഷൻ. ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ചോയ്സ് ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് വേർഡ്സ്, യൂസ് ഓഫ് മെറ്റഫേഴ്സ്, അതെല്ലാം അറേഞ്ച് ചെയ്യണതിൻ്റെ ഒരിതാണ് ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കറക്റ്റ് ചോയ്സ് ഓഫ് വേർഡ്സും സബ്ലിമിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ലോഞ്ചനസ് പറയുന്നത് വേർഡ്സ് സ്യൂട്ടബിളും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള വേർഡ്സ് ആണെങ്കിൽ അതിനൊരു മൂവിങ് ആൻഡ് സെഡക്റ്റീവ് എഫക്റ്റ് ഉണ്ടാവുന്ന ഈ റീഡേഴ്സിൻ്റെ മനസ്സിൽ. അപ്പോൾ അങ്ങനത്തെ വേർഡ്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഈ ഡെഡായിട്ടിരിക്കുന്ന ഐഡിയാസിന് അത്രയും അടിപൊളി വേർഡ്സ് വരുമ്പോൾ അതിന് അത് ലൈവ്ലി ആവും എന്നാണ് ലോഞ്ചനസ് പറയുന്നത്. പിന്നെ റൈറ്ററിൻ്റെ മൈൻഡിനെ ഇലിമിനേറ്റ് ചെയ്യണ ആ ഒരു ലൈറ്റ് ഓഫ് തോട്ട് എന്ന് പറയുന്നത് വേർഡ്സാണ്. കറക്റ്റ് ആളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് ആൾക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റ് വേർഡ്സ് യൂസ് ചെയ്യണം. എന്ന് വെച്ച് കണ്ടിടത്തൊക്കെ ആവശ്യമില്ലാത്ത അത്രയും വേർഡ്സും ഇതും ഇടാനും പാടില്ല. പിന്നത്തെ സോഴ്സാണ് ഡിഗ്നിറ്റി ഓഫ് കമ്പോസിഷൻ, ലാസ്റ്റ് സോഴ്സ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കി 4 ഒരു ബ്ലെൻഡിങ്, അതാണ് ഡിഗ്നിറ്റി ഓഫ് കമ്പോസിഷൻ. ഈ തോട്ട്, ഇമോഷൻ, ഫിഗേഴ്സ്, വേർഡ്സ് ഒക്കെ കൂടെ ബ്ലെൻഡ് ചെയ്തൊരു ഹാർമോണിയസ് ഹോൾ ആക്കിയിട്ട് നമ്മൾ മാറ്റണം. കറക്റ്റ് രീതിയിൽ ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനത്തെ രീതിയിലാണ് ബ്ലെൻഡ് ചെയ്തത്, അത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ആ ഒരു കേൾക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ വായിക്കുന്ന ആൾക്ക് ഈ സ്പീക്കറിൻ്റെ അല്ലെങ്കിൽ റൈറ്ററിൻ്റെ ആ കറക്റ്റ് ഇമോഷൻ കിട്ടുന്ന രീതിയിൽ ഇതെല്ലാം ബ്ലെൻഡ് ചെയ്ത് നമ്മൾ വെക്കണം. പിന്നെ പറയുന്നത് എക്സ്ട്രീംലി കൺസൈസ് ഓർ അൺഡ്യൂലി പ്രോലിക്സ് കോമ്പോസിഷൻ വിൽ സ്പോയിൽ ദ സബ്ലിമിറ്റി. അതായത്
എക്സ്ട്രീമായിട്ട് ഷോർട്ടായിട്ട് ഇപ്പോൾ നമ്മൾ ലെക്ചർ നോട്ടൊക്കെ എഴുതുമ്പോൾ ജസ്റ്റ് പോയിൻ്റ് മാത്രമല്ല, അങ്ങനെ ആക്കാനും പാടില്ല. അല്ലെങ്കിൽ പ്രോലിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വേർഡ്സ് യൂസ് ചെയ്ത് വലിച്ച് വാരി എഴുതാനും പാടില്ല. ആ ഒരു സെർട്ടൻ ഡിഗ്രി ഓഫ് കോമ്പോസിഷൻ ഉണ്ട്, അതിൽ നിൽക്കണം, എന്നാലേ സബ്ലിമിറ്റി ഉണ്ടാവുള്ളൂ. അടുത്താണ് ഫാൾസ് ആൻഡ് ട്രൂ സബ്ലൈം. ഫാൾസ് സബ്ലൈം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ടിമിഡിറ്റി ഓഫ് ലാംഗ്വേജ് ഫാൾസ് സബ്ലൈമിനെ ക്യാരക്ടറൈസ് ചെയ്യാനായിട്ട് ആദ്യം പറയുന്നത് ടിമിഡിറ്റി ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജിൻ്റെ ഇൻഅപ്രോപ്രിയേറ്റ് യൂസ്, അല്ലെങ്കിൽ കറക്റ്റ് തീരെ കുറവ് അല്ലെങ്കിൽ ഭയങ്കര കൂടുതൽ, ആ ഒരു സംഭവം. പിന്നെ രണ്ടാമത്തത് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പ്യുവർലിറ്റി. അതെന്ന് പറഞ്ഞാൽ ഇമ്മച്വർ അല്ലെങ്കിൽ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് റൈറ്റിങ്. അത് ഭയങ്കര പ്രിട്ടൻഷ്യസ് ആയിട്ട് തോന്നും അങ്ങനത്തെ ടൈപ്സ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്, അങ്ങനെ അബ്നോർമലായിട്ട് തോന്നും. അപ്പോൾ അതാണ് ഫാൾസ് സബ്ലൈമിൻ്റെ വേറൊരു ക്യാരക്ടറിസ്റ്റിക്ക്. പിന്നെ തേർഡ്ലി പാഷൻ, ചീപ്പ് ഡിസ്പ്ലേ ഓഫ് പാഷൻ, ആവശ്യമില്ലാത്തടത്തൊക്കെ കൊണ്ടുപോയിട്ട് ഈ ഇമോഷനും അതും ഇതൊക്കെ ഇട്ടാൽ ഫാൾസ് സബ്ലൈം ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒക്കേഷൻ ഡിമാൻഡ് ചെയ്യണില്ലെങ്കിൽ അവിടെ വെറുതെ കൊണ്ടുപോയി പാഷൻ അല്ലെങ്കിൽ ഇമോഷൻ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ പറഞ്ഞാൽ ട്രൂ സബ്ലൈം ആണെങ്കിൽ എല്ലാവരെയും പ്ലീസ് ചെയ്യും, എപ്പോഴും പ്ലീസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വർക്ക്സാണ് ട്രൂ സബ്ലൈം എന്ന് പറയുന്നത്. കാരണം അതിനകത്ത് എക്സ്പ്രസ് ചെയ്യുന്ന തോട്ട്സ് എന്ന് പറയുന്നത് അത് യൂണിവേഴ്സലായിരിക്കും, യൂണിവേഴ്സൽ വാലിഡിറ്റി ഉള്ളതായിരിക്കും. എല്ലാ ഏജിലും എല്ലാ സെഞ്ച്വറീസിലും എപ്പോഴും ആൾക്കാർക്ക് കോമൺ ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തോട്ട്സ് ആയിരിക്കും. നമ്മളുടെ സോളിനെ ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലാംഗ്വേജിലായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക. ഇതൊക്കെയാണ് ട്രൂ സബ്ലൈമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഹിൻഡ്രൻസസ് ടു സബ്ലിമിറ്റി. സബ്ലിമിറ്റിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഒന്നും കൂടെ, അതായത് ഇൻഅപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് സിമ്പിൾസ് ആൻഡ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, ലാംഗ്വേജ് ഭയങ്കര എക്സസ് ആയി പോവുക അല്ലെങ്കിൽ ടു കൺസൈസ് ആയി പോവുക, ഇമോഷൻ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഇമോഷൻ കൊണ്ടുപോയി ഇടുക, ചോയ്സ് ഓഫ് വേർഡ് കറക്റ്റ് അല്ലെങ്കിൽ, ടിമിഡിറ്റി ഓഫ് ലാംഗ്വേജ്, ഇതൊക്കെയാണ് ഹിൻഡ്രൻസസ് ടു സബ്ലിമിറ്റി. ഇത്രയാണ് ഇതിലുള്ളത്.